ശരിക്കും ഈ ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടുണ്ടാകുന്ന നടുവേദന, പോസ്റ്റർ കറക്ഷൻ ഉണ്ടാകുന്ന നടുവേദന, ഇങ്ങനെ പല നടുവേദനകളുണ്ടോ? അതോ ഈ നടുവേദന ഏതൊക്കെ സ്പെക്ട്രത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം? എന്തൊക്കെയാണ് ടൈപ്പ്? ഓക്കെ, നടുവേദന എന്ന് പറയുന്നത് ബേസിക്കലി ഒരു നമ്മുടെ ശരീരത്തിൽ സ്പൈൻ അല്ലെങ്കിൽ നട്ടലിനെ സംബന്ധിച്ചുള്ള ജോയിൻറ്റിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ഒരു സിംറ്റമാണ് നടുവേദന എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരു മിസ്കൺസെപ്ഷനാണ്, നടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്കാണ്. അതെ, പക്ഷേ അല്ല. ഡിസ്ക് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ നടുവേദന വരാൻ ഒരു പ്രധാന കാരണം ഡിസ്കിൻ്റെ ഡീജനറേഷൻ ആണ്. പക്ഷേ ഇത് കൂടാണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് നടുവേദന വരാൻ. ഇപ്പോൾ നമുക്ക് നടുവിൽ തന്നെ ഒരു ഫെസറ്റ് ജോയിൻ്റ് ഉണ്ട്, രണ്ട് നട്ടെല്ലുകളെയും ബന്ധിപ്പിക്കുന്ന ഒരു ജോയിൻ്റ്. അപ്പോൾ ഈ ജോയിൻറ്റിന് തേയ്മാനം ഉണ്ടായാൽ നടുവേദന ഉണ്ടാകാം. സേക്രോ ഇലിയാക് ജോയിൻ്റ് അല്ലെങ്കിൽ നമ്മുടെ പോസ്ചേഴ്സ്, നമ്മുടെ മസിൽ ഫറ്റീഗ് എന്ന് പറയും, ഓസ്റ്റിയോപോറോസിസ്, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് നടുവേദന ഉണ്ടാകും. പക്ഷേ ബേസിക്കലി ഇപ്പോൾ എല്ലാവരുടെയും കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളൊരു MRI എടുക്കുന്നു, അതിൽ ഡിസ്ക് ബൾജ് ഉണ്ടാവും. ഇപ്പോൾ എൻ്റെയോ താങ്കളുടെ MRI എടുത്തു കഴിഞ്ഞാലും ഡിസ്ക് ബൾജ് ഉണ്ടാവും. പക്ഷേ ആ ഡിസ്ക് ബൾജ് നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബേസിക്കലി നമ്മൾ ഒരാളുടെ മുടി നരയ്ക്കുന്ന പോലെ ഒരു കണ്ടീഷനാണ് ഡിസ്കിന് തേയ്മാനം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ ഡിസ്ക് ബൾജും നടുവേദന ഉണ്ടാക്കണം എന്നില്ല.